പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ സുവിശേഷം കേട്ടിട്ടുണ്ടോ? ഗ്രീക്ക് ഭാഷയായ ഇവാഞ്ചലിയോൻ എന്ന ശബ്ദത്തിൽ നിന്നാണ് സുവിശേഷം വന്നിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം നല്ല സന്ദേശം, സന്തോഷമായ വാർത്ത എന്നൊക്കെയാണ്. 2 തിമോത്തിയോസ് 2:8 നമ്മൾ വായിക്കുന്നു, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാവുന്നു എൻ്റെ സുവിശേഷം. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ജീവിതത്തിൽ വന്ന വ്യതിയാനത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. ഈ സുവിശേഷം കേട്ടാണ് അപ്പോസ്തലനായ പൗലോസ് രക്ഷിക്കപ്പെട്ടത്. നിങ്ങളുടെ ജീവിതത്തിൽ ഈ സുവിശേഷം കേട്ട് വ്യത്യാസം വന്നിട്ടുണ്ടോ? ജീവിതത്തിന് വ്യതിയാനം വന്നിട്ടുണ്ടോ? ഈ ഭൂമിയിൽ നമ്മൾ വായിക്കുന്നു, റോമാലേഖനം 3:23 സകല മനുഷ്യരും ദൈവത്തെ മറന്നു കർത്താവിൻ്റെ മഹത്വത്തിൽ നിന്ന് മാറിയിരിക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. പാപത്തിൻ്റെ ബന്ധനത്തിൽ അടിമപ്പെട്ട ജനങ്ങളെ വീണ്ടെടുക്കാനാണ്. അത് ക്രിസ്ത്യൻസിന് വേണ്ടി മാത്രമല്ല, സകല മനുഷ്യരെയും വിടുവിക്കേണ്ടതിനാണ് യേശു ക്രിസ്തു രൂപമെടുത്ത് ഈ ഭൂമിയിൽ കടന്നു വന്നത്. യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മളായ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വരുന്നതെന്ന് നമുക്ക് 1 മിനിറ്റ് നോക്കാം. മദ്യപാനികളുടെ മദ്യപാനത്തിൽ നിന്ന് അവരെ വിടുവിക്കുന്നു. സിഗരറ്റ്, ബീഡി വലിക്കുക, അതുപോലെ വ്യഭിചാരത്തിൻ്റെ ബന്ധനത്തിലായിരിക്കുന്നവരെ ഒക്കെയും ദൈവം അവൻ്റെ സുവിശേഷത്താൽ വിടുവിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അനേക സമാധാനമില്ലാത്ത ഭവനത്തിൽ സമാധാനം കടന്നു വരുന്നു. സന്തോഷമില്ലാത്ത ഭവനത്തിൽ സന്തോഷം ഉണ്ടാകുന്നു. എല്ലാത്തിനും ഉപരിയായിട്ട് യേശുക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമുക്ക് നിത്യജീവനെയാണ് ലഭിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, അവൻ നമുക്ക് ജീവൻ തരുവാനും സമൃദ്ധിയായ ജീവൻ തരുവാനുമാണ് നമ്മുടെ ജീവിതത്തിൽ വന്നത്. യോഹന്നാന്റെ സുവിശേഷം 3:16 നമ്മൾ വായിക്കുന്നു, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവൻ ലോകത്തെ സ്നേഹിച്ചു. പാപത്തിൻ്റെ ശമ്പളം മരണമാണ് പ്രിയരെ. എന്നാൽ ആ പാപത്തിൻ്റെ മരണത്തിൽ നിന്നും നമ്മളെ വീണ്ടെടുക്കാനാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ അവതരിച്ചത്. ഇതിൽ കൂടെ നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹമാണ് കാണുന്നത്. ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നു. അവൻ്റെ സമാധാനം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നു. ഇബ്രായലേഖനം 9:22 വായിക്കുന്നു, രക്തം ചൊരിയാതെ വിമോചനമില്ല. അപ്പോൾ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി തൻ്റെ രക്തം ചൊരിഞ്ഞു. നമുക്ക് ഒന്നും പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. എഫേസ്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, അവൻ്റെ കൃപയാലാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഇന്ന് സമാധാനം കിട്ടാൻ വേണ്ടി അനേകർ തീർത്ഥയാത്രയ്ക്കും പർവ്വതങ്ങളിലൊക്കെയും കയറിപ്പോന്നു. എങ്ങനെയെങ്കിലും സമാധാനം കിട്ടണം. എന്നാൽ നമുക്ക് അങ്ങനെയൊന്നും ഒരു മൂല്യം ചുക്കാനൊക്കെ ആവശ്യമില്ല. കർത്താവ് നമ്മൾക്ക് വേണ്ടി കാൽവരിയിൽ അവൻ്റെ ആ ജീവനെ തന്ന് നമുക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞിരിക്കുകയാണ്. നമുക്ക് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ മാത്രം മതി. ലേഖനം 2:10-11 നമ്മൾ വായിക്കുന്നത്, അങ്ങനെ യേശുവിൻ്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാൽ ഒക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യും. അപ്പോൾ എല്ലാ നാവും യേശു കർത്താവെന്ന് ഏറ്റുപറയും. എല്ലാ മുഴങ്കാലും അവന് മുമ്പിൽ മടങ്ങും. ഈ ലോകത്തിലെ സകല മനുഷ്യർക്ക് വേണ്ടി ആണ് യേശു ക്രിസ്തു തൻ്റെ ജീവനെ നൽകിയത്.
എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ യേശുവിനെ അറിഞ്ഞിട്ടില്ല എങ്കിൽ, ഈ സുവിശേഷം കേട്ട് അവരുടെ ജീവിതത്തിന് വിടുതൽ ലഭിച്ചിട്ടില്ല എങ്കിൽ, ഇന്നാണ് സുപ്രസാദ ദിവസം, ഇന്നാണ് രക്ഷാ ദിവസം. നിങ്ങൾ യേശുവിനെ കർത്താവായി സ്വീകരിക്കുക. അതൊരു പ്രോസസ്സാണ്. റോമാലേഖനം 10:9 നമ്മൾ വായിക്കുന്നു, യേശുവിനെ കർത്താവെന്ന് നമ്മുടെ വാ കൊണ്ട് നമ്മൾ ഏറ്റുപറയണം. കർത്താവെ, നീ എൻ്റെ ഹൃദയത്തിൽ കടന്നു വന്നാട്ടെ എന്ന് നമ്മൾ കർത്താവിനെ നമ്മളുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കണം. നമ്മുടെ ഹൃദയത്തിൽ ഇത് വിശ്വസിക്കണം. പിതാവാം ദൈവം യേശുക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് വിശ്വസിക്കുമ്പോഴാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നത്. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവമാക്കണം. അപ്പോഴാണ് യേശുക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ കർത്താവായി കടന്നു വരുന്നത്. നമ്മുടെ ശരീരം കർത്താവിൻ്റെ മന്ദിരമായി തീരും. ഒരു വിശുദ്ധമായിട്ടുള്ളൊരു ജീവിതം നയിക്കാൻ വേണ്ടി കർത്താവ് നമ്മളെ സഹായിക്കും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സകല പ്രിയപ്പെട്ടവരോടും ഞാൻ പറയുന്നത്, നിങ്ങളുടെ ഈ ജീവിതം ഇങ്ങനെ ഈ ലോകത്തിൻ്റെ മോഹങ്ങളാൽ, പാപത്തിൻ്റെ ബന്ധനത്താൽ നിങ്ങൾ അല്ലെങ്കിൽ ജീവിക്കേണ്ടത് അല്ല. ദൈവത്തിന് വേണ്ടി നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുക. ഈ വചനം നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് 1 മിനിറ്റ് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തുമാറാണ്. അങ്ങയുടെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അടിയങ്ങൾ അടുത്ത് വരുന്നു. എന്നെ കേൾക്കുന്ന ഓരോ നിൻ്റെ മക്കളെയും നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രക്ഷയുടെ അനുഭവത്തിൽ കടന്നു വന്നിട്ടില്ലാത്ത ഓരോ പ്രിയപ്പെട്ടവരെയും നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവരൊക്കെയും രക്ഷിക്കപ്പെടട്ടെ, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടട്ടെ, നിത്യജീവനെ അവകാശമാക്കട്ടെ. ഹല്ലേലൂയ. നീ ഞങ്ങളുടെ പ്രാർത്ഥനയും യാചനയും കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ. പ്രൈസ് ദി ലോർഡ്.